ഹലോ സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എനിക്ക് കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്യാമെന്ന് വെച്ചു. കുറച്ച് ദിവസം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എക്സാം ആയിരുന്നു. എക്സാം ഇപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും ശനിയാഴ്ചയാണ്. ഇന്നും ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതും ഇന്നലെ കഴിഞ്ഞു എക്സാം. ഇന്നുണ്ടായിരുന്നു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തേഴ്സ്ഡേ ഹാഫ് ഡേ ആയിരുന്നു. അപ്പോൾ അങ്ങനെ സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് വരെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ വൈകിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും എന്നാൽ ഞാൻ വിചാരിച്ചു കുറേ ദിവസമായാലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്നാൽ വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ഉദ്ദേശിച്ചേക്കുന്നത് സ്കെയിൽ വെച്ചിട്ടാണ്. സ്കെയിലെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു സ്കെയിൽ ഇങ്ങനത്തെ സ്കെയിലെല്ലാം ഏത് സ്കെയിലായാലും കുഴപ്പമില്ല. ആ സ്കെയിലിനനുസരിച്ച് ഇതേപോലത്തെ ഒരു പേപ്പർ പേപ്പറില്ലേ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ച് പിന്നെ കട്ട് ചെയ്യാൻ പാടായിരിക്കും. പിന്നെ കുറേ നേരം നിങ്ങൾ ബോറടിക്കും. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ച് പിന്നെ ആ ഷേപ്പിൽ അതേ ഷേപ്പിൽ വെച്ചെടുത്തു. ഇനി നമുക്ക് അതേ ഷേപ്പിലെടുത്തിട്ട് ഇത് മാറ്റി വെക്കാം. നമുക്ക് ആവശ്യം ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റില്ലേ പശ സ്കെയിൽ ഒന്നും കൂടെ കാണിക്കാം. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്, വൈറ്റ് പേപ്പർ, കളർ പെൻസിൽസ് ഇത്രയും വേണം. പിന്നെ കട്ട് ചെയ്യാൻ വേണ്ടി സ്കെയിൽ വേണ്ട, കത്രിക. ഞാൻ കത്രികയൊക്കെ കാണിച്ചു. നമുക്ക് അത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇനി കട്ട് ചെയ്യാൻ പോകുന്നതിന് കത്രിക എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. നമുക്ക് എന്തെങ്കിലും കിട്ടുന്നതാണെങ്കിൽ അതിൽ നിന്ന് കട്ട് ചെയ്യണം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്കെയിലിൻ്റെ സൈസാണോ എന്ന് നോക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു പേപ്പർ നോക്കുക. അപ്പോൾ നമുക്കത് നോക്കണം. ഒരു മിനിറ്റ് ഞാനതൊന്ന് നോക്കട്ടെ. അപ്പം തരാൻ പറ്റും. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതേ ഷീറ്റ് ചെയ്ത് ഇനി ഒന്നും കൂടെ നമുക്ക് നീളം ഒന്ന് കറക്റ്റാക്കണം. വണ്ണം ഒന്ന് കറക്റ്റാക്കണം. വണ്ണം കറക്റ്റാക്കിയാൽ എല്ലാം ശരിയാകും. ഞാനപ്പോൾ അതൊന്ന് നോക്കട്ടെ. അപ്പോൾ നമുക്കത് കട്ട് എന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഗമ്മ് വെച്ച് ആ സ്കെയിലിലൊട്ടിക്കാം. ഗമ്മിടട്ടെ. അപ്പോൾ ഞാൻ ഗമ്മിടുന്ന കേട്ടോ. അപ്പോൾ ഞാൻ വരാം. അപ്പം ഞാൻ ഗമ്മൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പിറക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി അത് ഒട്ടിച്ചു കൊടുക്കണം നമ്മൾ. ഇതപ്പടെ ഇരുന്ന് ഉണങ്ങട്ടെ. നമുക്കിത് ഷേക്കില്ല കയ്യിൽ കളയാം. എന്നിട്ട് നമ്മളൊന്ന് എടുത്ത് നോക്കിയിട്ട് കറക്റ്റ് ഷേപ്പല്ലായിരുന്നു. ലാസ്റ്റത് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതേപോലെ കുറേയൊക്കെ സൈഡിൽ മേലെ താഴെയായിട്ട് അപ്പം അത് കാണുന്ന നമുക്ക് തിരിച്ചു. ഇത് ഒട്ടിയിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ.
ഇനി നമുക്ക് ആവശ്യമുള്ളത് ആ പേപ്പറാണ്. അപ്പോൾ പേപ്പർ എടുത്ത് പേപ്പറിൽ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്തേക്കാം. നമുക്കത് ഞാൻ ചെയ്തിട്ട് തരാം. അപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം റെഡാണ് എടുക്കുന്നത്. ഇതാണ് ഞാൻ അത് ചെയ്തിട്ട് പൊന്മണി വീട്ട് സൗത്യം ഇല്ല കൺമണി മുൻപേക്ക് സൗഖ്യമായി സൗഖ്യമേ പൊന്മണി മുൻപേക്ക് സൗഖ്യമായി സൗഖ്യമേ. അപ്പോൾ ഞാൻ അടുത്തത് ഇനി എന്തെങ്കിലും വരക്കട്ടെ. ഞാൻ എന്ത് വരയ്ക്കും? സ്റ്റാർ അല്ല, വേണം ഒരിത് വരക്കാം. സ്മൈലി. എന്ത് വരയ്ക്കും? പിന്നെ നമുക്ക് മത്തൻ വരക്കാൻ പറ്റുന്ന വരക്കാം. നമുക്ക് ഡാർക്ക് ലൈറ്റ് വച്ചെടുക്കാം. അതിന് മുമ്പേ നമുക്ക് റെഡ് അടിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് കൺഫ്യൂസ് വരും. റെഡ് അടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ അടിക്കട്ടെ. എന്നിട്ട് നമുക്ക് കൈ വെച്ചൊന്ന് അരച്ചോക്കാം. ഞാനപ്പോൾ അത് ആദ്യം ചെയ്തിട്ട് വരാടാ. വെള്ളമൊക്കെ വെച്ച് എൻ്റെ കളർ ഒടിഞ്ഞ് വെക്കാം. ഞാനതൊന്ന് ശരിയാക്കിക്കോട്ടെ. ഞാനിത് കട്ട് ചെയ്യുന്നതിന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആവശ്യമുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കുറേ കളേഴ്സ് ചെയ്യാനുള്ളതാണ്. ഞാനിതൊന്ന് ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഇതിങ്ങനെ വരച്ച് എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു. റെഡ് എടുക്കുന്നു. റെഡ് അവിടെ നിന്ന് എടുക്കുന്നു. അതേപോലൊന്ന് ഞാനൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എടുത്ത് ഇത് ഞാൻ ചെയ്തിട്ട് വരാം. ഫാൻ ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം ആയി. എല്ലാം ചെയ്തു. ഇനി നമുക്ക് ആവശ്യം ആ ഒട്ടിച്ച ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് താഴോട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കൊട്ടി കൊടുക്കാം. എനിക്കിനി ഇതായിരിക്കും പണി. ഈശ്വരായി മതിയായി. ഇത് ചെയ്തു. ട്രാൻസ്പെറൻറ്റ് ഷീറ്റൊക്കെ നേരെയാക്കി. ഇനി ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ പിറകിലോട്ട് എന്താണ് പശ ഒട്ടിച്ചു കൊടുക്കണം. പശ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പശ ഒന്ന് വെച്ചിട്ട് എന്നിട്ട് ഈ സ്മൈലി ചെയ്തിട്ടുണ്ട് നേരെ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് തേച്ച് കൊടുക്കണം. കയ്യിലയക്കണം പശയെല്ലാം. ബാക്കി ഒന്നും പേപ്പറിൽ ഇങ്ങനെ പിടിച്ചെടുത്ത് ആക്കണം. ഇത് റെഡിയായി. സ്കെയിൽ റെഡിയായി. നമുക്കത് ഷേപ്പ് ചെയ്യണം. സ്കെയിലിൽ പേപ്പറും കൂടെ വന്നുകൊണ്ട് വെച്ചിട്ട് പാടുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം.
അപ്പം എല്ലാം ശരിയായി. നമുക്കിവിടെ ഇതാണ് സ്കിൻ റെഡിയായി.